മടങ്ങി വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ന്യൂസ് ട്രെൻഡ്സ് കടക്കുന്നത്. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു. യുവതിയുടെ സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. വളരെ പ്രധാനപ്പെട്ടതാണ് വാർത്തയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് വീട്ടിൽ വെച്ച് ഹോസ്റ്റലിൽ വെച്ച് ഒരു യുവതി പ്രസവിച്ചു എന്ന വാർത്ത വരുന്നത്. സ്വകാര്യ ഹോസ്റ്റലിലാണ് യുവതി പ്രസവിച്ചത്. നവമി ദിനേശാണ് നമുക്കൊപ്പം ചേരുന്നത്. നവമി, എന്താണ് ഈ സംഭവം, വിശദാംശങ്ങൾ? സജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് മറ്റൊരു സംഭവം കൂടി. പക്ഷെ ഇവിടെ ഈ ഹോസ്റ്റലിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ കൃത്യമായ ഇടപെടലാണ് വലിയ ഒരു അബദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ദുരന്തത്തിലേക്കോ ഒക്കെ വഴിമാറാതെ അവർ സുരക്ഷിതമായി തന്നെ ഈ കുഞ്ഞിനെയും അമ്മയെയും ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാലും ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുകയാണ് യുവതി. കൊല്ലം സ്വദേശിയാണ്. യുവതിക്കൊപ്പം സുഹൃത്തുക്കളുമുണ്ട്. ഹോസ്റ്റലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ യുവതിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ മറ്റ് ചില വൈറസ് സംബന്ധമായിട്ടുള്ള ഗ്യാസ് ആണ്, അങ്ങനെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് മറുപടിയായിരുന്നു യുവതി നൽകിയിരുന്നത്. ഇന്ന് രാവിലെ യുവതി ബാത്റൂമിലേക്ക് പോവുകയും പിന്നീട് അധിക സമയം കഴിഞ്ഞിട്ടും യുവതി പുറത്തേക്ക് വന്നിരുന്നില്ല. വിളിക്കുമ്പോൾ പോലും അകത്തു നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നതല്ലാതെ യുവതി പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. സംശയം തോന്നിയ ഈ സുഹൃത്തുക്കൾ, ഈ കൂട്ടുകാരികളാണ് വാതിൽ ബലമായി തുറക്കുകയും തുടർന്നാണ് യുവതിയെയും കുഞ്ഞിനെയും ബാത്റൂമിൽ കാണപ്പെട്ടത്. ഉടൻ തന്നെ ഇവർ നോർത്ത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. വനിതാ പോലീസും ഉൾപ്പെടെ എത്തി യുവതിയെയും കുഞ്ഞിനെയും എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കുഞ്ഞിന് നല്ല തൂക്കമുണ്ട്, ആരോഗ്യമുള്ള കുട്ടി തന്നെയാണ്. പൂർണ്ണ 10 മാസം കഴിഞ്ഞ് തന്നെ പ്രസവിച്ച കുട്ടി തന്നെയാണ്. എന്തായാലും ആ വിധത്തിലുള്ള ഒരു ആശങ്കകളൊന്നും തന്നെ ഉണ്ടായില്ല. എന്തായാലും തന്റെ ആൺ സുഹൃത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഗർഭം ധരിച്ചതെന്ന് കുട്ടി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും യുവാവിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കുട്ടിയുടെയും യുവാവിന്റെയും വീട്ടില് വിവരം അറിയിച്ചിട്ടുണ്ട്. യുവാവും കൊല്ലം സ്വദേശി തന്നെയാണെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇരുവരുടെയും കുടുംബം അല്പസമയത്തിനുള്ളിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തും. മറ്റ് അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല. കുട്ടിയും അമ്മയും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു. സജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് ഇരുവരുടെയും ആരോഗ്യം രക്ഷിച്ചതും ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വീട്ടുകാരും സമാനമായ രീതിയിൽ വീട്ടുകാരോ സുഹൃത്തുക്കളോ ആരും അറിയാതെ തന്നെ ഇത്തരത്തിൽ ഒരു യുവതി ഗർഭം ധരിക്കുന്നു. പിന്നീട് വീട്ടുകാരെ ഭയന്ന് അമ്മ വിളിച്ച് ഡോറിൽ മുട്ടിയപ്പോൾ അത് ഭയന്ന് കുട്ടിയെ പുറത്തേക്കെടുത്ത് എറിയുകയും പിന്നീട് ആ കുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. എന്തായാലും ഈ യുവാവ് സുഹൃത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പിന്നിലെന്ന് കുട്ടി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരുവരുടെയും കുടുംബവും ഈ സുഹൃത്തും ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. പോലീസിന്റെയും ഈ സുഹൃത്തുക്കളുടെയും സംയോജിതമായ ഇടപെടലാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്നും ഇരുവരെയും രക്ഷിച്ചതും. സജിത്ത്, നവമി, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ ആശുപത്രിയിൽ പോയാൽ, ഇപ്പം സമൂഹം അറിഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബം അറിഞ്ഞാൽ സുഹൃത്തുക്കൾ അറിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ അതിനുമപ്പുറം സ്വന്തം ആരോഗ്യവും അല്ലെ ഇത് എന്താകുമെന്ന ചിന്ത പോലും ഇല്ലാതെ ഈ ബാത്റൂമിൽ പ്രസവിക്കുക എന്നൊരു ചിന്തയിലേക്ക് ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യം, അത് ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ ഇതൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇതെന്താണ് ഈ കുട്ടിയുടെ ഈ ഒരു ബാക്ക് ഹിസ്റ്ററി, അത് സംബന്ധിച്ച് സുഹൃത്തുക്കളുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ? സജിത്ത്, തീർച്ചയായും ഇത് വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടുന്നതാണ്. കാരണം 10 മാസം എങ്ങനെയാണ്, സ്വാഭാവികമായും വയറൊക്കെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ കുടുംബക്കാരും ഒക്കെ കാണുമ്പോൾ അവർക്ക് സംശയം തോന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഈ ഒരു ഗർഭസമയത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു യുവതിക്ക് മറച്ചു വെച്ച്, അതും ഒപ്പം റൂമിൽ താമസിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാത്ത രീതിയിൽ മറച്ചു വെച്ച് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആശ്ചര്യം തോന്നുകയാണ്. പക്ഷേ ഇത്
ഇത് പുറത്തറിഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബം അറിഞ്ഞാൽ, സുഹൃത്തുക്കൾ അറിഞ്ഞാൽ, വിവാഹിതയായിട്ടില്ല, ഈ സുഹൃത്തിൽ നിന്നും ഇത്തരത്തിലൊരു ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, സമൂഹം, ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും പെൺകുട്ടികൾക്ക് ഇതൊക്കെ മറച്ചു വെക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ യുവതിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ എറണാകുളത്തെ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. 23 വയസ്സാണുള്ളത്. കൊല്ലം സ്വദേശിയാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തേക്ക് പറയാൻ ഈ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നും, പോലീസോ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായിട്ടില്ല. അവർ പ്രാഥമികമായിട്ടുള്ള ഈ ഒരു വിവരം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ പെൺകുട്ടിയും ഒപ്പം ഉണ്ടായിരുന്ന ഈ കുഞ്ഞും ഉണ്ടായ കുഞ്ഞും സുഖമായി തന്നെ ഇരിക്കുന്നു. ഇരുവരുടെയും ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ജനറൽ ആശുപത്രിയിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുമെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പനമ്പള്ളി നഗറിലെ സംഭവം ഉൾപ്പെടെ ഈ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മറച്ചു വെക്കുന്നു. അത് സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ പേടിച്ചു തന്നെയാണ് പിന്നീട് ഈ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരെ എത്തുന്നു. ഇതൊക്കെ ഒരു അവബോധം പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരു അവബോധം കൃത്യമായി തന്നെ എത്തിക്കണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് ധൈര്യപൂർവ്വം പുറത്തു പറയാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറണം, നമ്മുടെ കുടുംബം മാറണം. അതോടൊപ്പം തന്നെ അവരെ കൃത്യമായി ബോധവൽക്കരണം ചെയ്യേണ്ടതും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പനമ്പള്ളി നഗറിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പോലീസിനെയൊക്കെ അറിയിക്കുമ്പോൾ പോലീസ് വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പലപ്പോഴും പറയുന്നത്. അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയാതെ തന്നെ, അല്ലെങ്കിൽ ഡോക്ടർമാരടക്കം വന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കെണിയിൽപ്പെടുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അബദ്ധം പറ്റുന്ന പെൺകുട്ടികൾ നിരവധിയുണ്ട്. അവർ പലപ്പോഴും ഈ സമൂഹത്തെയും ഡോക്ടർ അനുപമ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ അനുപമ, ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം നമുക്കറിയാം ഈ സാങ്കേതിക വിദ്യയൊക്കെ എത്ര വികസിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് ഈ പ്രസവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർജറി, അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സൊക്കെ എത്ര കണ്ട് സങ്കീർണമാണെന്ന് നമുക്കറിയാം. വേണ്ടത്ര മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ പോലും അതുണ്ടാക്കുന്ന സങ്കീർണത ഡോക്ടർക്കൊക്കെ കൃത്യമായി അറിയാവുന്നതുമാണല്ലോ. ഇതിനിടയിലാണ് ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പ്രസവിക്കാൻ പുതിയ കാലത്തിലെ ആളുകൾക്ക്, കുട്ടികൾക്ക് തോന്നുന്നു എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ സമൂഹം ഇതിനെ എങ്ങനെ ഏറ്റെടുക്കും എന്നത് ഒരു ചിന്തയിൽ നിന്നാണോ ഇവരെ ഇങ്ങനെ ഇത്തരം നീക്കത്തിനൊക്കെ പ്രേരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെയാണ്. മരണം വരെ, ആ സ്ത്രീയുടെ മരണം, കുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ മരണം വരെ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടെ കാണേണ്ട ഒന്നാണ് ഗർഭകാലം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിലേക്കാൾ ഗർഭകാല പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വളരെ കൂടുതലുമാണ്. അപ്പൊ നമുക്കിത് ഏത് രീതിയിലൊക്കെ എത്തിച്ചേരും എന്ന് പറയാൻ കഴിയുകയില്ല. മാത്രമല്ല, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് ഈ കുട്ടിക്ക് യാതൊരുവിധ ഗർഭകാല പരിരക്ഷയും കിട്ടിയ ഒരു കുട്ടിയായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അതായത് അനീമിയ, രക്തക്കുറവ്, അല്ലെങ്കിൽ BP കൂടുതൽ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ആ പ്രസവത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും സാധ്യത ഏറെയാണ്. അതുപോലെ ആ കുഞ്ഞിന്റെ മരണത്തിനുള്ള, പ്രസവിക്കുന്ന നവജാത ശിശുവിന്റെ രോഗങ്ങളും മരണവും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അബോർഷൻസ് ആണെങ്കിൽ തന്നെ 6 മാസം വരെ അബോർഷൻ ചെയ്യാനുള്ള പെർമിഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ മേഖലയിൽ വളരെ നൂതനമായ ഒരുപാട് കാര്യങ്ങൾ വന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകേണ്ട ആവശ്യം ഒരു കുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ, ഇതൊരു പക്ഷേ സമൂഹത്തെയോ അല്ലെങ്കിൽ കുടുംബത്തിനെയോ സുഹൃത്തിനെയോ ഒക്കെ പേടിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഭയം കൊണ്ടാവാം ഇവരിങ്ങനെ തയ്യാറാവുന്നത്. പക്ഷേ ഡോക്ടർ സൂചിപ്പിച്ച പോലെ കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യം അപകടത്തിലേക്ക് പോവുകയാണ്. അതുപോലും അറിഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എത്രത്തോളം അത് അറിയാം എന്നുള്ളത് നമുക്ക് തീർച്ചയില്ല. കാരണം അത്രത്തോളം ആരോഗ്യം, എന്താ പറയണ്ടേ, ഒരു പ്രസവം പലപ്പോഴും അവർ കാണുന്ന സമൂഹത്തിൽ നല്ലൊരു വിഭാഗം സ്ത്രീകളും പ്രസവിക്കുന്നു, ഒരു പ്രശ്നമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. വിരളം ആളുകളിലേ ഉള്ളല്ലോ പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മുടെ ഈ ആരോഗ്യ സൂചികകളെല്ലാം പ്രകാരം കാണിക്കുന്നതും അതാണ്. വിരളം ആളുകളിലേ ഉള്ളൂ ആ പ്രസവാനന്തര മരണമോ അല്ലെങ്കിൽ പ്രസവാനന്തര പ്രശ്നങ്ങളും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അവരത് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. നമുക്കും കുഴപ്പമൊന്നും വരത്തില്ല, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും എന്ന ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലുണ്ടാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കൃത്യമായ ഒരു എന്താ പറയണ്ടേ, ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നല്ലതല്ലെന്നും അത് അവർക്ക് ഫ്യൂച്ചറിലേക്ക്, ഇപ്പോഴും മാത്രമല്ല ഇൻ ഫ്യൂച്ചറിലേക്കും അവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയുള്ള ഒരു അവയർനെസ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും.
ഇതുമായി ചേർത്ത് പറയാവുന്നതല്ലെങ്കിലും സമാനമായ ഒരു ചിത്രം ഉണ്ടായത് തിരുവനന്തപുരത്ത് ഒരു ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം ഒരു ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നു. അവസാനം അതൊരു മരണത്തിൽ കലാശിക്കുന്ന സാഹചര്യവും തന്നെ ഉണ്ടായി. അന്ന് ആരോഗ്യ പ്രവർത്തകരൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ട് കൂടി ആ കുടുംബം തയ്യാറായില്ല, അവർ വീട്ടിൽ തന്നെ ഇരുന്നു എന്നതാണ് സാഹചര്യം. നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ഈ പൊതു സാഹചര്യത്തിലും ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ ഒരുപാട് പുരോഗമിക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പൊ അശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളിലേക്കും പോകാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് അവരെ വലിച്ചിഴക്കാനുള്ള ഒരു പ്രവണത പലരുടെ ഭാഗത്തു നിന്നുമുണ്ട്, സമൂഹത്തിന്റെ ഭാഗത്തുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്റർനെറ്റ്, ഗൂഗിൾ ഇതിലെ വഴിയൊക്കെ അവർക്ക് കിട്ടുന്ന അറിവുകൾ, അല്ലെങ്കിൽ യൂട്യൂബുകൾ വഴിയൊക്കെ അവർക്ക് കിട്ടുന്ന മുറി അറിവുകളാണ്. ആ അറിവുകൾ ബേസ് ചെയ്തായിരിക്കും അവർ മുമ്പോട്ട് പോകുന്നത്. മറിച്ച് ഒരു കൃത്യമായ പരിചയമുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആരോഗ്യ സംരക്ഷകന്റെയോ സംരക്ഷകയുടെയോ ഉപദേശങ്ങൾ അവർക്ക് ഉപദേശം തേടാറുമില്ല, അല്ലെങ്കിൽ ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കാറുമില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങൾ വഴിയൊക്കെയുള്ള മുറി അറിവുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതുമായിട്ട് മുമ്പോട്ട് പോകും. പലരും അവരെ കബളിപ്പിക്കും. ആ സമയത്ത് അതിനകത്തൊക്കെ ആ ചതിക്കുഴികളിൽ അവർ വീഴുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സഹോദരിയുടെ മരണത്തിന് വരെ ഇടയാക്കി വളരെ ദുഃഖകരമായ സംഭവങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഡോക്ടർ എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്നവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം, അവർ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക, ചികിത്സയ്ക്ക് മടിച്ചു നിൽക്കരുത്, അങ്ങനെ തന്നെയല്ലേ അവർക്ക് നൽകാൻ കഴിയുന്ന ഉപദേശം? യെസ്, നമുക്ക് നവമിയിലേക്ക് വീണ്ടും വരുമ്പോൾ, നവമി, ഡോക്ടർ അനുപമ പറയുകയായിരുന്നു ഇത്തരം സാഹചര്യം ഉണ്ടാക്കുന്ന സങ്കീർണതകൾ, കാരണം വേണ്ടത്ര മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ പോലും ആശുപത്രിയിലൊക്കെ ഉണ്ടാകുന്ന സങ്കീർണതകൾ നമുക്കറിയാം. അതിന് പുറമെയാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുതുതലമുറയിലും ഈ സാഹചര്യങ്ങൾ അറിഞ്ഞിട്ടും ഇവരിങ്ങനെ ചിന്തിക്കുന്നത് എന്നൊരു ചോദ്യമായി നിൽക്കുകയാണ്. ബോധവൽക്കരണത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എങ്ങനെ ഇതിനെ നോക്കിക്കാണുമെന്ന പ്രശ്നമൊക്കെ ആവാം ഇങ്ങനെ ആളുകളെ ചിന്തിപ്പിക്കുന്നത്, അല്ലേ നവമി? തീർച്ചയായും സജിത്ത്, പ്രധാനമായും ഈ പുതിയ തലമുറ ഇതിനെയൊക്കെ വളരെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ പാരൻസ് അവരെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സമൂഹം അവരുടെ ലൈഫിലേക്ക് എന്തിനെ എത്തി നോക്കുന്നു എന്ന തരത്തിലുള്ള വലിയ റിബലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റും കൂടി വരുന്നത് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ക്രൈം വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ പോലും അത് പലപ്പോഴും ഈ ലഹരികളുടെ ഉപയോഗം പെൺകുട്ടികളായിരിക്കും. അത് 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികളായിക്കോട്ടെ, അവർ ഈ ലഹരി വിൽപ്പന നടത്തുന്ന ആൺകുട്ടികൾ പോലീസിനോടൊക്കെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ പോലീസൊക്കെ നമ്മളോട് ഓഫ് റെക്കോർഡായി പറയുന്ന കാര്യം, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ പുതിയ ഒരു തലമുറ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയും പണം ഉണ്ടാക്കണം, അതിനുവേണ്ടി ലഹരി ഇടപാടുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അബദ്ധങ്ങളിലേക്കൊക്കെ ചെന്നുപെടുന്നു. സൗഹൃദങ്ങളായിക്കോട്ടെ, ഈ പനമ്പള്ളിയിലെ വിഷയത്തിൽ ആ കുട്ടിയെക്കുറിച്ചുള്ളൊരു പോലീസിന്റെ കണ്ടെത്തല്, ആ പെൺകുട്ടിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കൾ മോശമാണെന്നല്ല പോലീസ് പറയുന്നത്, പക്ഷേ അതൊരു പെട്ടെന്നൊരു DJ പാർട്ടിയിൽ കണ്ടുമുട്ടിയ ഒരു ആൺ സുഹൃത്തായിരിക്കാം. അവരുമായിട്ട് പ്രത്യേകിച്ച് ഒരു റിലേഷൻ ഇല്ല, അതായത് ഒരു പ്രണയബന്ധമില്ല, സൗഹൃദം, ആ രീതിയിലുള്ള ഒരു സൗഹൃദമില്ല. പക്ഷേ ആ യുവാവുമായി കറങ്ങി നടക്കുന്നു, അത്തരത്തിലൊരു അബദ്ധം സംഭവിക്കുന്നു. പിന്നീട് അത് കുടുംബം അറിയാതിരിക്കാൻ വേണ്ടി അവൾ അതിന് സ്വയം ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നു. പിന്നീട് ഇത്ര വലിയൊരു ആ കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ അത് വഴിമാറുന്നു. ഇത് ഒരു പനമ്പള്ളിയിലെ നഗറിലെ കുട്ടിയുടെ സംഭവമല്ല. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നിരവധി പെൺകുട്ടികളുടെ അല്ലെങ്കിൽ നിരവധി ആൺകുട്ടികളുടെ ഒക്കെ ഒരു പ്രശ്നമായി മാറുകയാണ് ഇത്. ഈ യുവാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിക്കോട്ടെ, ആ യുവാവ് പറയുന്നു ആ പെൺകുട്ടിയെ കണ്ട് പരിചയമുണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ളൊരു സൗഹൃദം ഈ കുട്ടിയുമായിട്ടില്ല എന്ന് ആ യുവാവ് തന്നെ പറയുന്നു. പോലീസ് പലപ്പോഴും ഈ അന്വേഷണം എവിടെ കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് നിൽക്കുകയാണ്. എന്താണ് ഇതിനെ എങ്ങനെയാണ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടത്, എങ്ങോട്ടേക്കാണ് ഒരു അന്വേഷണം നീളേണ്ടത് എന്ന തരത്തിലേക്കൊക്കെ പോലീസ് നിൽക്കുന്നു. ഡോക്ടർമാരായിക്കോട്ടെ, സൈക്കോളജിസ്റ്റുകളായിക്കോട്ടെ, അവരൊക്കെ പറയുന്നത് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം കൊടുക്കണം. അതിനു മുൻപ് കുട്ടികളുടെ കുടുംബത്തിന് കൃത്യമായിട്ടുള്ളൊരു ധാരണ കൊടുക്കണം. ഇങ്ങനെ ഒരു പ്രശ്നവുമായി
തന്റെ കുട്ടികൾ തങ്ങളിലേക്ക് വന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കുടുംബവും ഒപ്പം സമൂഹവും ഏറെ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് പെൺകുട്ടികൾ ഇത്തരത്തിലൊരു അപകടത്തിൽ പെടുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമ്പോൾ അവരെ എങ്ങനെ രക്ഷിക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നൽകേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. ഒപ്പം ഇന്നത്തെ സംഭവം തന്നെ കൂട്ടുകാരികൾ പോലും അറിയുന്നില്ല 10 മാസം ഗർഭിണിയാണെന്ന്. എന്തോ ആരോഗ്യ പ്രശ്നമുള്ളതായി കുട്ടി കാണിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ ചില ശാരീരികമായിട്ടുള്ള മറ്റ് അസ്വസ്ഥതകളാണ്, ഗ്യാസ് കയറിയിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു മറുപടിയാണ് ഈ പെൺകുട്ടി നൽകിയിരുന്നത്. അവർക്ക് സംശയം തോന്നിയതാണ്, ഇങ്ങനെ ബാത്റൂമിൽ നിന്നും ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ആ സംശയത്തിൽ ഈ ഡോറ് പൊളിച്ചു നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞിനെയും ഈ യുവതിയെയും അവശനിലയിൽ കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും സജിത്ത്, ഇതിൽ നിന്നൊക്കെ ഈ പെൺകുട്ടികൾക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരു അവബോധം കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ ഡോക്ടേഴ്സും പോലീസും ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലൊരു അബദ്ധത്തിൽ പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അത് കൃത്യമായി ഡോക്ടേഴ്സിനെ കാണണം, അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, കുഞ്ഞിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു കുഞ്ഞിനെ ജനിച്ചാൽ തന്നെയും ഈ നമ്മുടെ അമ്മത്തൊട്ടിലും അല്ലെങ്കിൽ അനാഥാലയങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അവിടെയൊക്കെ ഉപേക്ഷിച്ചാലെന്നല്ല, അവരെ ഏൽപ്പിച്ചാൽ അവർ കൃത്യമായി ആ കുഞ്ഞിനെ നോക്കും, അതിനെ വളർത്തും. നമ്മുടെ സമൂഹത്തിൽ അവർക്കും ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ട്. യെസ്, നവമി സൂചിപ്പിച്ചതുപോലെ ഗൗരവമുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ എന്നതാണ്. ഒരേ സമയം ഇതിൻ്റെ അപകട സാധ്യത, ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ അപകടാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ വരുന്ന അവസ്ഥയ്ക്കപ്പുറം നമ്മുടെ കുടുംബ ബന്ധങ്ങളോട് വലിയ മൂല്യം കൽപ്പിക്കാത്ത ഒരു പുതുതലമുറ ഉയർന്നു വരുന്നത് കൊണ്ടുകൂടിയാണോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായി അതിൽ ഒരു ഗർഭാവസ്ഥയുണ്ടായാൽ കുടുംബ ബന്ധങ്ങളിലേക്കൊന്നും പോവേണ്ട എന്ന തരത്തിലൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് പുതുതലമുറ മാറുന്നു. അങ്ങനെ ഗൗരവമായ ചർച്ചകളിലേക്കും ചിന്തകളിലേക്കും ബോധവൽക്കരണത്തിലേക്കും പോവേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. മെട്രോ സഗരമായ കൊച്ചിയിൽ ഇങ്ങനെ അടുത്തിടെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിന് മറ്റു പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും നമ്മുടെ അധികൃതരും ഉണരട്ടെ, പുതുതലമുറ ബോധവൽക്കരിക്കപ്പെട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വാർത്ത